10 വർഷത്തിന് ശേഷം ആദ്യമായി വിലക്കയറ്റത്തിൽ വലയുന്ന ഒരോണക്കാലമാണ് മലയാളി അനുഭവിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില അനിയന്ത്രിതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും നിലപാട് പ്രതിസന്ധി പരിഹരിക്കാൻ UDF ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നില്ല. അരിയും പഞ്ചസാരയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളെല്ലാം, അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ദിനംപ്രതി ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും വില, പാചകവാതക വില വർധനവിൻ്റെ നിലം തൊടാത്ത സാഹചര്യത്തിലും മറ്റെല്ലാം സാധനത്തിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിന് അതിൻ്റെ ഭാഗമായിട്ട് കുടുംബ ബഡ്ജറ്റുകളെല്ലാം താളം തെറ്റുകയാണ്. സർക്കാരിൻ്റെ വിപണി ഇടപെടൽ കുറഞ്ഞതാണ് വില കുത്തനെ കയറുന്നതിനിടയാക്കിയത്. LDFൻ്റെ ഭരണകാലത്ത് ജനക്ഷേമ പദ്ധതികളിലൂടെ അവശ്യ സാധന വില നല്ലതുപോലെ നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് UDF സർക്കാർ കാര്യക്ഷമമായ രീതിയിലുള്ള വിപണി ഇടപെടൽ നടത്താത്തതും ഹോർട്ടിക്കൾച്ചർ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറി സംഭരിക്കുന്നതിൽ വലിയ വീഴ്ചയും വരുത്തിയതിൻ്റെ ഭാഗമായി വിലക്കയറ്റത്തിൻ്റെ കാഠിന്യം കൂടിയിരിക്കുകയാണ്. സപ്ലൈകോ വഴി കൊടുത്തുകൊണ്ടിരുന്ന അരി നൽകുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ളതും വില വർധനവിന് കാരണമായി. വിലക്കയറ്റത്തിൻ്റെ വലിയ ഒരു പ്രതിസന്ധിയാണ് ഓരോ കുടുംബവും യഥാർത്ഥത്തിൽ ഈ ഓണക്കാലത്ത് കേരളം അഭിമുഖീകരിക്കുന്ന ഗൗരവമുള്ള പ്രശ്നം എന്ന രീതിയിൽ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ദുരിതാശ്വാസ സഹായധനം ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം പാളി എന്നുള്ളതാണ്. കാലവർഷക്കെടുതിയിൽ സർവവും നഷ്ടപ്പെട്ട മനുഷ്യരെ പിന്നെയും കൈയൊഴിയുന്ന നിലപാടാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ധനസഹായം ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം പാഴ്വാക്കായിട്ട് മാറുകയാണ്. ഔദ്യോഗിക നൂലാമാലകൾ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. കാലവർഷക്കെടുതിയിൽ 27 മരണമാണ് സംസ്ഥാനത്താകെ റിപ്പോർട്ട് ചെയ്തത്. 462 ക്യാമ്പുകൾ പ്രവർത്തിച്ചുവെന്നും 27,048 പേരാണ് ക്യാമ്പിൽ എത്തിയതെന്നും 1882 ഹെക്ടർ കൃഷിനാശമുണ്ടായി എന്നും 23,537 കർഷകരെയാണ് ബാധിച്ചതെന്നും 68 കോടിയുടെ നഷ്ടമുണ്ടായി എന്നും പറഞ്ഞത് ഞങ്ങളാരുമല്ല, പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെ VD സതീശൻ പത്രസമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ദുരന്തബാധിതർക്ക് ധനസഹായം ഉടൻ നൽകുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അപേക്ഷയുടെ മാതൃക പോലും തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഓരോ കുടുംബത്തിലും 2 പേർക്ക് 300 രൂപ വീതം 7 ദിവസം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ഏത് ഹെഡിൽ നിന്നാണ് തുക നൽകുക എന്നുപോലും മുഖ്യമന്ത്രിയോ റവന്യൂ വകുപ്പ് മന്ത്രിയോ തീരുമാനമെടുത്തിട്ടില്ല. ഗുണഭോക്താക്കളുടെ പട്ടികയും തയ്യാറാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറില്ല എന്നുള്ളതാണ് സത്യം. പാവപ്പെട്ട ജനങ്ങളോട് കരുണയില്ലാത്ത സമീപനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. ഇത് അവസാനിപ്പിക്കണം എന്നാണ് കേരളത്തിന് ആവശ്യപ്പെടാനുള്ളത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് അഖിലിൻ്റെ വീടും അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തുക്കളുടെ വീടുമെല്ലാം
ഇന്ന് രാവിലെ മുതൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നിഖിലിൻ്റെയും അതുപോലെ തന്നെ റിയാസുമായിട്ട് ബന്ധപ്പെട്ട് പരിചയക്കാരുടെയും വീടുകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഇത് പുകമറ സൃഷ്ടിച്ച് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഗവൺമെൻറ് നിലപാടാണ്. യാതൊരു അടിസ്ഥാനമില്ലാതെയാണ് റെയ്ഡ് നടത്തുന്നത്. മാധ്യമങ്ങളിലൂടെ തെറ്റായ വാർത്തകളാണ്, പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. അപ്പോൾ സ്വാഭാവികമായ റെയ്ഡ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുക എന്തോ ഒരു കുറ്റ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇത് എന്നാണ്. എന്നാൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ റിയാസിൻ്റെയും അതുപോലെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിൻ്റെയും അവരുമായി ബന്ധപ്പെട്ട പരിചയക്കാരുടെയും എല്ലാം വീട്, അവരുടെ താമസ സ്ഥലം ഇന്ന് രാവിലെ മുതലേ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പാർട്ടി നേതാക്കളെ ജനങ്ങൾക്കിടയിൽ നിന്നും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഇഡിയുടെ നേരത്തെയെല്ലാം തുടർന്നു വന്ന നയത്തിൻ്റെ ഒരു തുടർച്ചയിലാണ് നമുക്കിതിനെ കാണാനാവുക. ഇതിനെ തുറന്നു കാട്ടി മുന്നോട്ട് പോകണം. ഇത്തരം നടപടികളെല്ലാം നേരിട്ടുകൊണ്ടാണ് പാർട്ടി യഥാർത്ഥത്തിൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇനിയും ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകും. പാർട്ടി സഖാക്കളുടെ അടുത്ത് ബന്ധമുള്ള സുഹൃത്തുക്കളുടെയും എല്ലാം വീട് റെയ്ഡ് ചെയ്യുന്നതിലൂടെ വലിയ രീതിയിൽ ഇഡി രാഷ്ട്രീയ കളി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നിലപാടിനെ അതിശക്തിയായിട്ട് കേരളം എതിർക്കും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. പിന്നെ RSSൻ്റെയും മോദി സർക്കാരിൻ്റെയും താല്പര്യങ്ങൾക്ക് സമ്പൂർണമായി വിധേയപ്പെടുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഇപ്പോൾ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട അവസാനത്തെ വിവരങ്ങൾ പുറത്തു വന്നത്. സംസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയെങ്കിലും ശക്തമായ എതിർപ്പിനെ തുടർന്ന് സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു. കേരളത്തിലാണ് അങ്ങനെ പിൻവാങ്ങേണ്ടി വന്നത്. ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. എന്നാൽ വനം വകുപ്പ് ആ സ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനേക്കാളെല്ലാം ഗൗരവതരമായ ഒരു പ്രശ്നം AICC ആസ്ഥാനത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെ പങ്കെടുക്കുന്ന അവരുടെ സാന്നിധ്യത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലി എന്നുള്ളതാണ്. 90 വർഷത്തോളം പഴക്കമുള്ള പ്രഖ്യാപിത നിലപാടുകൾ കോൺഗ്രസ് വെള്ളം ചേർത്ത് ഇത്തരത്തിലുള്ള ഒരു വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലുന്നതിലേക്കുള്ള ഒരവസ്ഥ സൃഷ്ടിച്ചു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. 1937 ഒക്ടോബറിലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന AICC വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതി എന്നന്ന് തീരുമാനിച്ചത് 1937. അതാണ് AICC ആസ്ഥാനത്ത് മുഴുവൻ പാടിക്കൊണ്ട് അവർ ഉല്ലംഘിച്ചത്. അതിൻ്റെ മേലെ ഇപ്പോൾ ഒരു ഭാഗത്ത് BJPയും മറുഭാഗത്ത് കോൺഗ്രസും തർക്കത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് അതിനെ രൂപപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കർണാടകം, തെലങ്കാന, ഹിമാചൽ പ്രദേശ് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വന്ദേമാതരം ആലപിക്കാനാവാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ അതിശക്തിയായ പ്രതിഷേധത്തെ തുടർന്ന് ഒരു സാഹചര്യത്തിൽ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് വി.ഡി. സതീശൻ സർക്കാരിന് വന്ദേമാതരം പൂർണ്ണമായി ചെല്ലാൻ സാധിക്കാതിരുന്നത്, പിന്മാറേണ്ടി വന്നത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.